തുളി കണ്ടോ, 70 മുലയായത്. ഹായ് ഫ്രണ്ട്സ്, രാജൻ വലയിട്ടിട്ട് വരുന്നുണ്ട്. എന്നാ മീനുണ്ടെന്ന് നമുക്ക് നോക്കാം. നാലോ ഉണ്ടോ? ഉണ്ടെന്നാ പറയാം, നമുക്ക് നോക്കാം എന്നാന്ന്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ആറിനക്കരയ്ക്ക് ഒരു വലയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വാളയാണ്. ഇത് കണ്ടില്ലേ, വാള തന്നെയല്ല, തൂളിയുണ്ട്, നങ്കുണ്ട്, കരിമീനുണ്ട്. ഇത് നമ്മള് 50 കണ്ണി ഇറക്കമുള്ള വലയാണ്. അതാണ് നമ്മൾ ആറിനക്കരയ്ക്ക് ക്രോസ് ചെയ്തത്. ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതും ഇത്രയും വലിയൊരു വാളയെ നമുക്ക് ഇപ്പം ഈ സമയത്ത് കിട്ടുക എന്നുള്ളത്. ഇതിങ്ങനെ കയറി ഉടക്കി പോയത് കൊണ്ട് നമുക്ക് കിട്ടിയത്. ഏകദേശം 4.5 കിലോ ആണ്. നമുക്കൊന്ന് എടുക്കാനുള്ളൊരു ശ്രമമാണ്. ഇവിടെ എല്ലാം കീറിയിട്ടുണ്ട്. രണ്ടു മടക്കിലാണ് ഇടുന്നത്. ഒരു ഒന്നൊന്നര സാധനമാണിത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ വാളയാണ്. നമുക്ക് കയറി കയറ്റി കെട്ടാം. നമ്മളെ കയറ് കയറ്റി ഇനിയിപ്പോൾ ഇതിൻ്റെ ഉടക്കെല്ലാം തീർത്ത് നമുക്ക് എടുക്കണം. ഇതിൻ്റെ പല്ലിലെല്ലാം കയറി ഉടക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു കേറിയുണ്ട്, ആ കേറി വഴിയാണ് ഇതൊരു വായിലെല്ലാം കയറി ഉടക്കിയിരിക്കുന്നു. അയ്യോ, പല്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ വായത്, ഇതിന്റെ വായുടെ വലുപ്പം കൊണ്ട് ഓമ്പടാ ഒരു സാധനം തന്നെ. അനുഭവം ഉണ്ടോ? ഇന്നത്തെ നമ്മുടെ താരമാണ്. ഒത്തിരി ദിവസം കൂടി ഇരുന്നാണ് നമുക്ക് ഇത്ര ഒരു വലിയ വാള ഇങ്ങനെ വല കിട്ടുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് കെട്ടിയിടാം. കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് ബാക്കി മീൻ എടുക്കാം. നമുക്ക് ഈ വാളയൊന്ന് തൂക്കി നോക്കാം, എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. ഞാൻ 4.5 കിലോയാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, എത്രയുണ്ട്? 5 കിലോ മിനുസം വാള ഇന്നത്തെ നമ്മുടെ പരിപാടി. ഏതായാലും ഈ വലയിട്ട് നമുക്ക് തിരക്കേടില്ല. അപ്പൊ നമ്മള് ഇനിയിപ്പം ഇതേ മീനുണ്ട്, തൂളിയുണ്ട്, നങ്കുണ്ട്, ഇതെല്ലാം നമുക്ക് എടുക്കണം. ഈ വാള ഒന്ന് കെട്ടിയിടട്ടെ, ചാകാതെ കിടക്കട്ടെ.
ഉണ്ടോ, വലുപ്പം കണ്ടോ. പിന്നെ കണ്ടോ സാധനം കണ്ടോ. ഇത് ഇന്ന് ഞാൻ 4.5 കിലോയാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ തൂക്കി 5 കിലോ 100-150 ഗ്രാം ഉണ്ട്. നമുക്ക് ഇതുപോലെ കെട്ടിയിടാം. കെട്ടിയിട്ടിട്ട് ബാക്കി മീൻ എടുക്കാം. മീനോടെ ബക്കറ്റിങ് ഞങ്ങൾക്ക് കയറി ഉടക്കി കഴിഞ്ഞാൽ ഇനി എടുക്കാൻ പാടാം. ഒന്നാമത്തെ കാര്യം ഇതിന് കിളിയില്ല എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് കൈ കിട്ടത്തില്ല. അല്ല, ഇത് വല വലിക്കുമ്പോഴേ തന്നെ നമ്മൾ ഇവിടെ എടുക്കണം. തുളി കണ്ടോ, 70 mm വലയാ ഇത്. ഉണ്ടോ, നമുക്ക് ഇതിൽ അത്ര മീനേ ഉള്ളു. ആ വാളയും ഞങ്ങൾക്ക് തൂളി ഇത്ര മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ വിലയിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കറി വെക്കാനുള്ള മീൻ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇട്ടത്. ഓൾറെഡി നമുക്ക് തൂളിയും ഞങ്ങൾക്കും എല്ലാം കറി വെക്കാനുണ്ട്. ഇപ്പം അതിനകത്ത് ബോണസ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ആ വാളയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ വാളയാണ്. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ച നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.